എല്ലാവർക്കും ഫ്ലേവർ ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓട്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ധാന്യമാണ്. ഈ ഓട്സിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും പല അസുഖബാധിതർക്കും അസുഖം വരാതെ തടയാൻ ശ്രമിക്കുന്നവർക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓട്സിനെ വേറിട്ട് നിർത്തുന്നത്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായി മാറിയിട്ടുള്ള ഈ ഓട്സ്, അത് ഉപയോഗിക്കേണ്ട രീതി, എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിയാൽ ഓട്സ് ഒരു ഭക്ഷണം എന്നതിലുപരി പ്രമേഹം നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോൾ എല്ലാം തന്നെ കുറയ്ക്കുന്നതിനും അതുപോലെ അമിതവണ്ണം കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലോ പല രോഗങ്ങൾ വരാതിരിക്കുന്നതിന് അത് തടയുന്നതിനും വേണ്ടിയിട്ട് ഓട്സ് ഹെൽത്തി ഡയറ്റായിട്ട് ഉൾപ്പെടുത്തി കഴിക്കുന്ന മറ്റു ചിലർ നമ്മുടെ ചുറ്റുമുണ്ട്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഓട്സ് നിത്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉണ്ടാവുന്ന ശരീരത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും ഓട്സിനെ കുറിച്ചും നമുക്കൊന്ന് കൂടുതൽ അടുത്തറിയാം. സ്റ്റീൽ കട്ട്, റോൾഡ് ഓട്സ്, ഫ്ലേക്ക്ഡ് ഓട്സ് എന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഓട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. സാധാരണ രീതിയിൽ നമ്മൾ പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്താണ് ഓട്സ് പാചകം ചെയ്ത് കുറുക്കി കഴിക്കാറുള്ളത്. നമ്മളിൽ എത്ര പേരാണ് ഓട്സ് നേരത്തെ കുതിർത്ത് വെച്ചിട്ട് ആ കുതിർന്ന ഓട്സ് ഉപയോഗിച്ചിട്ട് പാചകം ചെയ്യുന്നത്? വളരെ കുറവായിരിക്കുമല്ലേ കൂട്ടുകാരെ. നമുക്ക് ആവശ്യമുള്ള ഓട്സ് എടുത്തിട്ട് അത് തലേന്ന് രാത്രിയാണെങ്കിൽ അത്രയും നേരം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുക. അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുക. ഈ ഓട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ഫലം ഇരട്ടി വേഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അമിതവണ്ണം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായിട്ട് ഓട്സ് കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാല് മാക്സിമം ഒഴിവാക്കുക. വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ പാചകം ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പാൽ, അതും വളരെ കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള പാൽ ആഡ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. കഞ്ഞി വെള്ളം പോലെ തന്നെ നമുക്ക് ഓട്സ് വെള്ളവും തയ്യാറാക്കാം. ഓട്സ് കുതിർത്തിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ആ വെള്ളത്തിൽ ഉപ്പോ അല്ലെങ്കിൽ മധുരത്തിനായിട്ട് തേനോ കുറച്ച് ചേർത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് കാലത്ത് വെറും വയറ്റിൽ കുടിക്കാം. പിന്നെ ഇടവേളകളിൽ സമയത്തും വെള്ളം ഇത് വൈകുന്നേരങ്ങളിൽ ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കുകയാണെങ്കിൽ അധികം വിശപ്പ് എടുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നതിനും അതിലൂടെ നമുക്ക് അമിതവണ്ണം കുറയ്ക്കുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രമേഹം ബാധിച്ചവർക്കാണെങ്കിൽ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് വെറും വയറ്റിൽ ഓട്സ് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഓട്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പുട്ടോ ദോശയോ ഇഡലിയോ ഒക്കെ തന്നെ കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് മാത്രമല്ല, സൗന്ദര്യ സംരക്ഷണത്തിനും നമ്മുടെ ഓട്സ് ഒന്നാമത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തതിന് ശേഷം അതിലേക്ക് ഓറഞ്ച് പീൽ പൗഡറാണ്, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഓറഞ്ച് പീൽ പൗഡറാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ ജ്യൂസാണ്, ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ട് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ മുഖത്തെല്ലാം തന്നെ കരിവാളിപ്പുള്ളവിടെയും എല്ലാം തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 20 മിനിറ്റിന് ശേഷം എല്ലാം തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കാം. ഗോതമ്പിനേക്കാൾ ഏറെ കാൽസ്യം, മാംഗനീസ്, സിങ്ക്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, തയാമിൻ എന്നിങ്ങനെ ഒരുപാട് ആരോഗ്യ ഔഷധ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഓട്സ് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തിനും എല്ലുകളുടെ വളർച്ചയ്ക്കുമെല്ലാം തന്നെ ഓട്സ് നിത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാണ്. ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഓട്സിനെ കുറിച്ച് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചെങ്കിൽ
ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.